മലയാള സാഹിത്യത്തിലെ ഒരു കാലഘട്ടത്തെ തന്നെ പ്രതിനിധീകരിച്ചവരാണ് ബഷീറും എസ് കെ പൊറ്റക്കാടും ഒ വി വിജയനും. വായനക്കാരുടെ മനസ്സിൽ ഇവരുടെ കൃതികൾക്ക് ഇപ്പോഴും വലിയ സ്ഥാനമാണുള്ളത്. വായനയ്ക്കുള്ള സാങ്കേതിക സൗകര്യങ്ങൾ എത്ര മാറിയാലും പുസ്തകങ്ങളിലൂടെയുള്ള വായനയ്ക്ക് അതിൻ്റേതായ അനുഭൂതിയുണ്ടെന്ന് വായനക്കാർ പറയുന്നു. പുസ്തകങ്ങളിലൂടെയുള്ള വായനയ്ക്ക് അതിൻ്റേതായിട്ടുള്ളൊരു തലമുണ്ട് എന്ന് പറഞ്ഞൊരു വൈകാരിക അംശം അതിനകത്ത്. ആ വരികൾക്കിടയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്ന സാധനങ്ങളുണ്ടല്ലോ, അത് പുസ്തകങ്ങളിലൂടെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും പറ്റുള്ളൂ. മഞ്ഞ പുസ്തകം, ചുവന്ന പുസ്തകം, പല കളറിലുള്ള പുസ്തകങ്ങൾ, ഇതൊക്കെ തന്നെ നമ്മളൊന്ന് തൊട്ട് നോക്കുകയും സാധനങ്ങൾ എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയും നമുക്ക് തീർച്ചയായിട്ടും വായനയിൽ കൂടെ തന്നെയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എം ടിയെയും മുകുന്ദനെയും മാധവിക്കുട്ടിയെയും മലയാറ്റൂരിനെയുമെല്ലാം അന്വേഷിച്ചെത്തുന്നവർ ഏറെയാണ്. പഴയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ കാക്കനാടൻ വരാറുണ്ട്. എം ടി, ബഷീർ, മാധവിക്കുട്ടിയാണ് ഏറ്റവും കൂടുതൽ. എൻ്റെ കഥ മാധവിക്കുട്ടിയാണ്. നീർമാതളം പൂത്തകാലം അന്വേഷിച്ച് വരുന്നുണ്ട്. പിന്നെ ബാല്യകാല സഖി, പ്രേമലേഖനം ബഷീറിൻ്റെത്. പഴയ എഴുത്തുകാരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പഴയ എഴുത്തുകാരിൽ ഒട്ടുമിക്ക പേരും ഇപ്പോഴും ലൈവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. മുകുന്ദൻ്റെ മയ്യഴിപ്പുഴ തീരങ്ങളിൽ, പിന്നെ പറയാൻ മറന്നുപോയത് ഖസാക്കിൻ്റെ ഇതിഹാസം, ഒ വി വിജയൻ നന്നായി പോകുന്നത്. വിദേശ എഴുത്തുകാർക്കുള്ള സ്ഥാനവും വലുതു തന്നെ. ഗബ്രിയേൽ മാർക്യൂസും പൗലോ കൊയ്ലോയുമെല്ലാം യുവമനസ്സുകൾക്ക് ഇപ്പോഴും ആവേശം തന്നെ. മീഡിയ 1 കോഴിക്കോട്.